നമ്മളെല്ലാ കുഞ്ഞുങ്ങളും പുതിയ ഒരു കാര്യം പഠിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള സ്റ്റിമുലസുകൾ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും രുചി കൊണ്ടും മണം കൊണ്ടും സ്പർശനം കൊണ്ടും നമ്മളുടെ ശരീരം വഴി നമുക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻസ്. നമ്മളെ ഇടത്തെ സൈഡിൽ നിന്ന് ഒരാൾ മോനെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കും. ഇവിടെ വാടാന്ന് പറയുമ്പോഴും നമുക്കത് മനസ്സിലായി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ സെൻസറി പ്രോസസ്സിംഗ് ആണ്. നമുക്ക് ചുറ്റുമുള്ള സെൻസറി സ്റ്റിമുലേഷൻസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അഡാപ്റ്റീവായിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ വരുന്നത്, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ ഈ സെൻസറി പ്രോസസ്സിംഗ് അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പല പ്രാവശ്യം വിളിക്കുമ്പോഴും അവർ നോക്കുന്നില്ല, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറും. നേരെ മറിച്ച് അവർ ഒരു വിഷ്വൽ കാണുകയാണെങ്കിൽ അവിടെ പോയി നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അഡ്വർടൈസ്മെന്റ് TV-യിൽ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എവിടെയായാലും ഒരു ഓടി വന്നത് നോക്കുന്നുണ്ട്. അവരുടെ ബ്രെയിനിലുള്ള പ്രോസസ്സർ അത് പ്രവർത്തിക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ നമ്മുടെ സംസാര ഭാഷയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് സാമൂഹികമായിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളോ ഇടപെടലുകളോ അവർ അത്രയും വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവരുടെ പ്രോസസ്സർ ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും ഓട്ടിസം ഉള്ള അല്ലെങ്കിൽ ASD ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആദ്യകാലങ്ങളിൽ ചിന്തിക്കുന്നത് ഇവൻ വിളിച്ചാൽ വിളി കേൾക്കാത്തതിന്റെ കാരണം ഇവൻ കേൾക്കാത്തതുകൊണ്ടാണ്. നോർമലായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്, സാധാരണ പോലെ കാണുന്നുണ്ട്, രുചിക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. കാര്യം ഈ റിസപ്റ്റേഴ്സിലെല്ലാം സ്റ്റിമുലസ് സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ റിസപ്റ്റേഴ്സ് സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ബ്രെയിനാണ്. ആ പ്രോസസ്സർ ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിംഗ് ശരിയായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഈ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും മണക്കുന്നതിനോടും അഡ്വക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് കുഞ്ഞ് പ്രതികരിക്കാത്തത്. അപ്പോൾ ഈ പ്രോസസ്സിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെറാപ്പിയിലൂടെ പ്രവർത്തിക്കുന്നത്. ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒക്യുപേഷണൽ തെറാപ്പി, സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി പോലുള്ള തെറാപ്പികൾ അഡ്വക്കേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഈ കുഞ്ഞിന്റെ പ്രോസസ്സിംഗ് ഡിലേ അത് നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. കുഞ്ഞ് കുറെ കൂടെ നിർദ്ദേശങ്ങളോടോ സ്റ്റിമുലേഷൻസിനോടോ അഡ്വക്കേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലേഷൻസിനോട് റാപ്പിഡായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനും കുഞ്ഞ് പുതിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കുഞ്ഞിന് കഴിയുന്നുണ്ട്.